ഓക്കെ, അപ്പൊ സ്റ്റാർട്ടിങ് വിത്ത് ദ ഫംഗൽ ഡിസീസ്. അതിൽ തന്നെ ഫസ്റ്റ് വൺ ഈസ് റൈസ് ബ്ലാസ്റ്റ്. ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, യു ജിയിൽ നിങ്ങൾ റൈസ് പഠിക്കുമ്പോൾ തുടങ്ങുന്നത് എപ്പോഴും നമ്മൾ തുടങ്ങി വെക്കുന്നത് ആദ്യത്തെ ഡിസീസ് ബ്ലാസ്റ്റ് ആണ്. അത് വേറൊന്നും കൊണ്ടല്ല, അത്രയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു റൈസിലെ ഫംഗൽ ഡിസീസ് ആണ് റൈസ് ബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. റൈസ് ബ്ലാസ്റ്റ്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. കണ്ടോ, ഇവിടെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, വളരെ ഡിസ്ട്രക്റ്റീവ് ആണ്, വളരെ അധികം ഡാമേജസും ഈൽഡ് ലോസും ഒക്കെ വരുത്തുന്ന ഒരു ഡിസീസും കൂടിയാണ് റൈസ് ബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് ഓൾട്ടർനേറ്റ് നെയിംസുകളാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് ചൈന ആൻഡ് ജപ്പാനിലൊക്കെ റൈസ് ഫീവർ ഡിസീസ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പം ഈ പേരുകൾ ഒന്ന് നോട്ട് ചെയ്യുക. ഈ ബ്ലാസ്റ്റിൽ തന്നെ നിങ്ങളിങ്ങനെ പല പല പേരുകളും, അതുപോലെ BLB ബാക്ടീരിയൽ ലീഫ് ബ്ലൈറ്റിൽ ഇങ്ങനെ പല പല പേരുകൾ, അത് ചാർത്തി കൊടുത്ത കുറച്ച് പ്രത്യേക പേരുകളുണ്ടല്ലോ, അങ്ങനത്തെ പേരുകൾ കേൾക്കും. ആ പേരുകൾ നോട്ട് ചെയ്ത് വയ്ക്കുക. ആ പേരുകൾ വെച്ചിട്ട് ഇങ്ങനെ അറിയപ്പെടുന്നത് ഡിസീസ് ഏതാണ്, റൈസിന്റെ ഏത് ഡിസീസ് ആണ്. റൈസിൽ തന്നെ കുറെ ഡിസീസിന്റെ ലിസ്റ്റ് തരും. അപ്പൊ അതൊന്നും നിങ്ങൾ നോട്ട് ചെയ്യുക കേട്ടോ, ഓൾട്ടർനേറ്റീവ് നെയിംസ്. അപ്പോൾ റൈസ് ഫീവർ ഡിസീസ് എന്നൊക്കെ ചൈനയിലും ജപ്പാനിലൊക്കെ അറിയപ്പെടുന്നത് റൈസ് ബ്ലാസ്റ്റിനെ തന്നെയാണ്. അതൊരു സിവിയർ ആവുമ്പോൾ ഒരു ഫുള്ളി നമ്മൾ തീട്ട പോലെ ഒരു ബേൺഡ് അപ്പിയറൻസ് ആയിരിക്കും ഫീൽഡിന് ഉണ്ടാവുക. അതുപോലെ ഇതിന് വേറൊരു പേരുണ്ട്, റിച്ച് മെൻ ഡിസീസ് എന്നുള്ളൊരു പേരുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് കൂടുതൽ അറിയില്ല എന്തുകൊണ്ട് ആ പേര് വന്നതെന്ന്, ബട്ട് ഇറ്റ് ഈസ് നോൺ എസ് റിച്ച് മെൻ ഡിസീസ്. ഓക്കെ, അപ്പൊ റൈസ് ഫീവർ ഡിസീസ്, റിച്ച് മെൻ ഡിസീസ് എന്നൊക്കെ പറഞ്ഞാൽ അത് റൈസ് ബ്ലാസ്റ്റ് ആണ്. ഇനിയും വേറെ പേരുകൾ അങ്ങോട്ട് ഞാൻ പറയും, ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോ ഇങ്ങനത്തെ പല പല പേരുകളാണ് പണ്ട് അറിയപ്പെട്ടിരുന്നെങ്കിലും ഒഫീഷ്യലി നമ്മൾ എല്ലായിടത്തും വേൾഡ് വൈഡ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ ബ്ലാസ്റ്റ് എന്നുള്ളൊരു പേര്, ഇംഗ്ലീഷിൽ ബ്ലാസ്റ്റ് എന്നുള്ള പേര് ഈ ഒരു ഡിസീസിന് കൊടുത്തത് മെറ്റ്കാഫ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. മെറ്റ്കാഫ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. അപ്പം അതൊക്കെ ജസ്റ്റ് ഒന്ന് കേട്ട് വെച്ചേക്കുക കേട്ടോ. നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് 1913 തഞ്ചാവൂർ ഏരിയസിൽ നിന്നാണ് ആദ്യമായിട്ട് നമ്മുടെ റൈസ് ബ്ലാസ്റ്റ് റിപ്പോർട്ട് ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ, സിവിയർ ഈൽഡ് ലോസ്, ഒരു ഫീൽഡ് ഉണ്ടെങ്കിൽ അതിന്റെ 50% വരെ ഈൽഡ് ലോസ് വരുത്താൻ പറ്റുന്ന അത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഡിസീസ് ആണ്. ഓക്കെ, അപ്പൊ അതുപോലെ നമ്മൾ കൂടുതലായി കണ്ടുവരുന്നത് നഴ്സറിയിലും അതിന്റെ ഫ്ലവറിംഗ് സ്റ്റേജുകളിലൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് ഈ ഡിസീസ് കണ്ടുവരുന്നത്. കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് നമുക്ക് പോവാം. പാത്തജനെ പറ്റിയിട്ട് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ സിംറ്റംസ് വെച്ച് തുടങ്ങുകയാണെങ്കിൽ റൈസ് ബ്ലാസ്റ്റിന് പ്രധാനമായിട്ടും 3 4 വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അങ്ങനെ പറയുകയാണെങ്കിൽ കുറച്ച് പല പല ബ്ലാസ്റ്റ് സിംറ്റംസ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. അതിൽ 4 ഞാൻ ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. സീഡ്ലിംഗ് ബ്ലാസ്റ്റ്, ലീഫ് ബ്ലാസ്റ്റ്, നോഡൽ ബ്ലാസ്റ്റ്, ദെൻ നെക്ക് ബ്ലാസ്റ്റ് ഓർ നെക്ക് റോട്ട് എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ ഇത് സീഡ്ലിംഗ് ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നഴ്സറി സ്റ്റേജിലും ഇത് വരാൻ സാധ്യതയുണ്ട്. ആ ഒരു സ്റ്റേജിൽ തന്നെ വന്നിട്ട് സീഡ്ലിങ്സ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിന് മുന്നെയോ ഒക്കെ നശിച്ചു പോകുന്ന ഒരു സ്റ്റേജിൽ വരികയാണെങ്കിൽ അത് നമ്മൾ സീഡ്ലിംഗ് ബ്ലാസ്റ്റ് എന്ന് പറയും. ഇനി നോക്കിക്കേ, ലീഫ് ബ്ലാസ്റ്റ്. അപ്പം നമ്മൾ മെയിൻ റൈസ് ഫീൽഡിൽ അധികവും കണ്ടിട്ടുള്ളത് ലീഫ് ബ്ലാസ്റ്റ് എന്നുള്ളൊരു സ്റ്റേജ് ആയിരിക്കും. കണ്ടോ, അത് അതിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള എന്താണ് ക്യാരക്ടേഴ്സ് ഒക്കെ നമുക്ക് പറയാം കേട്ടോ. ലീഫ് ബ്ലാസ്റ്റ് ഇതാണ് വരുന്നത്. ദെൻ നോഡൽ ബ്ലാസ്റ്റ്, ആ പേരിൽ തന്നെ നിങ്ങൾക്കറിയാം റൈസിന്റെ എന്താണ് നമ്മുടെ അതിന്റെ നോഡുകളിൽ വരുന്നു. കണ്ടോ, അതാണ് ആ പിക്ചർ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. പിന്നെ നെക്ക് ബ്ലാസ്റ്റ്, അതായത് നെക്ക് എന്ന് നമ്മൾ പറയുന്നത് എന്താണ്, ഒരു റൈസ് വളർന്ന് വലുതായി അത് എന്താണ് പാനിക്കിൾ ഇടാൻ തുടങ്ങുന്ന ഒരു സ്റ്റേജിൽ, അതിന്റെ പാനിക്കിൾ എന്ന് വെച്ചാൽ ഒരു ബൂട്ടിംഗ് ലീഫ്, ഇങ്ങനെ ആ പാനിക്കിളിനെ പൊതിഞ്ഞുകൊണ്ടൊരു ബൂട്ടിംഗ് ലീഫ് വരും, അതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കവേർഡ് ചെയ്തൊരു രീതിയിലായിരിക്കുമല്ലേ സാധാരണ പാനിക്കിൾ വരിക റൈസിന്റെ. പിന്നെ അത് പൊട്ടി, ആ ബൂട്ടിംഗ് ലീഫ് പൊട്ടി ഇങ്ങനെ പുറത്തോട്ട് വരിക ചെയ്യുന്നത്. അപ്പം ആ ഒരു ഏരിയയിൽ ആ പാനിക്കിളും ബൂട്ടിംഗ് ലീഫും കൂടി ഇങ്ങനെ എമർജ് ചെയ്ത് വരുന്ന ആ ഒരു ജംഗ്ഷൻ, ആ ഒരു പോയിന്റില് ഈ നമ്മുടെ ബ്ലാസ്റ്റിന്റെ ഡിസീസ് കയറി പിടിക്കുവാണെങ്കിൽ ഇതിനിങ്ങനെ ചോക്ക് ചെയ്ത് വെക്കും, പാനിക്കിൾ പൊട്ടി പുറത്ത്. അതായത് അതിന്റെ നെക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് അതിന്റെ കഴുത്ത്, ആ ഒരു പാനിക്കിളിന്റെ ഒരു കഴുത്ത് എന്നുള്ള രീതിയിൽ ആ ഒരു പാർട്ടിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ആ പേര് വന്നത് കേട്ടോ, നെക്ക് ബ്ലാസ്റ്റ് ഓർ നെക്ക് റോട്ട് എന്ന് പറയും. കണ്ടോ, ഇവിടെ കണ്ടോ, പാനിക്കിൾ ഇങ്ങനെ ഇനിഷ്യേറ്റ് ചെയ്ത് വരുന്ന ഈ ഒരു ഭാഗം വെച്ചിട്ട് റോട്ടിങ് വന്നു പോയാൽ എന്താ, പാനിക്കിൾ ഒടിഞ്ഞു തൂങ്ങും, മെച്ചർ ആവുന്നതിന് മുന്നേ ഒടിഞ്ഞു തൂങ്ങും. കണ്ടോ, പിന്നെ അങ്ങനത്തെ പാനിക്കിൾസ് ഫുള്ളി ഡെവലപ്ഡ് ആവില്ല, ചാഫി ആയിരിക്കും. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഓക്കെ, അപ്പൊ സ്റ്റാർട്ടിങ് വിത്ത് ലീഫ് ബ്ലാസ്റ്റ്, സീഡ്ലിംഗ് സ്റ്റേജിന് ഞാൻ പറഞ്ഞല്ലോ മൊത്തത്തിൽ വന്ന് നശിച്ചു പോകും എന്നുള്ളത് തന്നെയാണ്. അപ്പം ലീഫ് ബ്ലാസ്റ്റിനെ പ്രത്യേകമായിട്ട് എടുത്ത് പറഞ്ഞാൽ ഇവിടെ ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള വാക്കുകളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ ക്വസ്റ്റ്യൻസിൽ എന്താണ് ഇങ്ങനത്തെ സിംറ്റംസ് എടുത്ത് വെച്ച് ചോദിച്ചിട്ട്
ആയിരിക്കും ഓപ്ഷൻസ് വരുന്നുണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് ആ സിംറ്റം വായിക്കുമ്പോൾ മനസ്സിലാവണം ഏത് ഡിസീസിനാണ് അവരവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന്. അപ്പോൾ ലീഫ് ബ്ലാസ്റ്റ് ആണ് എങ്കിൽ ബ്ലാസ്റ്റിന്റെ ലീഫിൽ വരുന്ന സിംറ്റംസിനെയാണ് അവർ പറയുന്നതെങ്കിൽ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക: സ്പിൻഡിൽ ഷേപ്ഡ് ലീഷൻസ് അല്ലെങ്കിൽ ഐ ഷേപ്ഡ് ലീഷൻസ് എന്നൊക്കെ പറയും. ഇത് നിങ്ങൾ പണ്ടേ കേട്ടിട്ടുള്ളതായിരിക്കും അല്ലെ, യുജിയില്. സ്പിൻഡിൽ ഷേപ്ഡ് ഓർ ഐ ഷേപ്ഡ് ലീഷൻസ് വിത്ത് ആഷി ഗ്രേ ഓർ വൈറ്റ് സെന്റർ. അങ്ങനെ തന്നെ അല്ലേ പിക്ചറിലുള്ളതെന്നൊന്ന് നോക്കിക്കേ. സ്പിൻഡിൽ ഷേപ്ഡ് അല്ലെങ്കിൽ ഐ ഷേപ്ഡ് ആയിട്ടുള്ള ലീഷൻസ് വിത്ത് ആഷി ഓർ വൈറ്റ് ഗ്രേ സെന്റർ വിത്ത് പ്രോമിനന്റ് ഡാർക്ക് ബ്രൗൺ മാർജിൻ. കണ്ടോ, ഡാർക്ക് ബ്രൗൺ ഓർ റെഡിഷ് ബ്രൗൺ മാർജിൻ. പിന്നെ സിവിയർ ആവുന്ന സമയത്തൊക്കെ നമുക്ക് ചില സമയത്ത് നല്ല കോൺസ്പിക്വൻസ് യെല്ലോ ഹാലോയും കാണാൻ പറ്റും. അപ്പൊ നല്ല ഡിഫൈൻ ചെയ്തിട്ടുള്ള നല്ലൊരു സിംറ്റം ആണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, സ്പിൻഡിൽ ഷേപ്ഡ് എന്നോ ഐ ഷേപ്ഡ് ലീഷൻസ് എന്നോ അതുപോലെ സെന്റർ ആഷി ഗ്രേയും വൈറ്റും ആണെന്നോ നല്ല മാർജിൻ ഡാർക്ക് ബ്രൗൺ മാർജിൻ ആണെന്നോ പറയുകയാണെങ്കിൽ അത് അവിടെ ഉദ്ദേശിക്കുന്നത് റൈസിന്റെ ബ്ലാസ്റ്റിൽ ലീഫിൽ വരുന്ന സിംറ്റം ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ലീഫ് ബ്ലാസ്റ്റിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് നമ്മൾ കണ്ടു. ദെൻ മൂവിങ് ടു നോഡ് ബ്ലാസ്റ്റ് നമ്മൾ കണ്ടല്ലേ. നോഡുകളില്, അതായത് പാനിക്കിൾ എമർജ് ചെയ്യുന്നതിന്റെ ഒക്കെ താഴേക്ക് ഇങ്ങനെ നോഡായിട്ട് വരുമല്ലോ റൈസില്. ഓക്കെ, അപ്പൊ അതിന് കൂടുതൽ എന്താണ് ഒരു ഫിസിയോളജിക്കൽ ക്യാരക്ടേഴ്സ് ഒന്നും എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല. അപ്പൊ നോഡ് വരും നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, അഗ്രോണമിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ആ നോഡിന്റെ ഭാഗത്ത് കയറി ഇൻഫെക്ഷൻ പിടിക്കുവാണെങ്കിൽ അവിടെ വെച്ചിട്ട് എന്താ റൂട്ട് ചെയ്തിട്ട് അവിടെ വെച്ച് ഒടിഞ്ഞൊടിഞ്ഞൊടിഞ്ഞ് നമ്മുടെ പ്ലാന്റ് വീഴാൻ തുടങ്ങും. സോ ഇൻഫെക്ഷൻ ഒക്കേഴ്സ് ഓൺ ദ നോഡ്. കണ്ടോ, നോഡിൽ വരും. ടേൺസ് ബ്ലാക്ക് ആൻഡ് റൂട്ട്, ഡെത്ത് ഓഫ് ദ പാർട്സ് ആൻഡ് എബോവ് ദ നോഡ്. അപ്പം അവിടെ വെച്ച് ഒടിഞ്ഞാൽ പിന്നെ മുകളിലോട്ട് ഇല്ലല്ലോ, അത് നശിച്ചു പോകും. ഓക്കെ, അപ്പം നോഡിൽ വന്നാൽ അതാണ് നോഡ് ബ്ലാസ്റ്റ്. ഇനി നമ്മൾ പറഞ്ഞു പ്രധാനപ്പെട്ട നെക്ക് ബ്ലാസ്റ്റ് അല്ലെങ്കിൽ നെക്ക് റോട്ട് എന്ന് പറഞ്ഞു. അതിന് വേറെയും പേരുകൾ പറയും. കണ്ടോ, ബ്രോക്കൺ നെക്ക് അല്ലെങ്കിൽ പാനിക്കിൾ ബ്ലാസ്റ്റ് എന്നും പറയും. കാര്യം ആ നെക്ക് എന്ന് അവർ ഉദ്ദേശിക്കുന്ന ഭാഗം ബൂട്ട് ലീഫും പാനിക്കിളും കൂടെ ചേർന്ന് വരുന്ന തുടങ്ങുന്ന ആ ഒരു ഭാഗത്തിനെയാണ്. അപ്പം അവിടെ ബാധിച്ചാൽ ഒബ്വിയസ്ലി അത് പാനിക്കിളിലോട്ടും കയറി ബാധിക്കും. സോ പാനിക്കിളിനും ബ്ലാസ്റ്റ് പിടിക്കും. അതാണ് ഓർ പാനിക്കിൾ ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ കണ്ടോ, ഇതാണ് മോസ്റ്റ് ഡിസ്ട്രക്റ്റീവ് ഫേസ്. എന്തുകൊണ്ടാ? ഡയറക്ട്ലി നമ്മുടെ ഈൽഡിനെയാണ് അഫക്ട് ചെയ്യുന്നത് അല്ലെ. തുടക്കത്തിലൊക്കെ ഈ പറയുന്ന ലീഫിലും പിന്നെ നോഡിലൊക്കെ വന്നാൽ നമ്മൾ തുടക്കത്തിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരു പരിധിവരെ അവരെ നിയന്ത്രിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു രീതിയിലോട്ട് നെക്ക് റോഡിലോട്ട് കയറിപ്പോയി നമ്മൾ മണി വീണ് തുടങ്ങി എന്ന് പറഞ്ഞ് സന്തോഷിച്ചിരിക്കുമ്പോഴാണ് വരുന്നെങ്കിലോ ഫുൾ ഈൽഡ് ലോസ് ആണ്. ഓക്കെ, സോ ദാറ്റ് വിൽ ബി ദ മോസ്റ്റ് ഡിസ്ട്രക്റ്റീവ് ഫേസ്. കണ്ടോ, അപ്പം ഇവിടുത്തെ സ്പെസിഫിക് സിംറ്റം എന്താ? ബ്ലാക്ക് ഓർ ഗ്രേഷ് ബ്രൗൺ ലീഷൻസ് അറ്റ് ദ ബേസ് ഓഫ് ദ പാനിക്കിൾ. നെക്ക് കണ്ടോ, ബേസ് ഓഫ് ദ പാനിക്കിൾ. അതായത് ഇത് തുടങ്ങുന്ന ബൂട്ട് ലീഫും ഈ പറയുന്ന പാനിക്കിളും ഒക്കെ ഇതിങ്ങനെ വരുന്ന ആ ഒരു ഏരിയ, ആ ഒരു സ്ഥലത്തെ നോട്, ആ ഒരു ഭാഗം, അതിനെ നെക്ക് എന്ന് പറയുന്നു. അപ്പോൾ അവിടെ കയറി പിടിക്കുമ്പോഴാണ് നെക്ക് ബ്ലാസ്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. കണ്ടോ, അവിടെ പിടിച്ചാൽ പിന്നെ കണ്ടോ ടിഷ്യൂസ് ഷ്രീവൽ ചെയ്ത് ബ്ലാക്ക് ചെയ്ത് അവിടെ വെച്ച് ഒടിഞ്ഞു വീഴും, ഒടിഞ്ഞു തൂങ്ങിക്കിടക്കും. നമ്മുടെ എന്താ കൊല, മണി വന്നിട്ടുള്ള ആ കൊല ഒടിഞ്ഞു തൂങ്ങി, പാനിക്കിൾ ഒടിഞ്ഞു തൂങ്ങി കിടക്കും. സോ പാനിക്കിൾ ഓഫൺ ബ്രോക്കൺ അറ്റ് ദ നെറ്റ് റീജിയൻ ആൻഡ് ഹാങ്ഡ് ഔട്ട്. കണ്ടോ, ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെന്താ, പിന്നെ ഇത് പ്രധാനമായിട്ടും പാനിക്കിൾ എമർജൻസ് സ്റ്റേജിൽ ഒക്കെ വരുമ്പോഴത്തേക്ക് എന്താ, പിന്നെ നിങ്ങൾക്ക് റൈസിന്റെ ആ ഒരു സ്റ്റേജസ് ഒക്കെ അറിയാൻ, മിൽക്കി സ്റ്റേജ് ഒക്കെ വന്നിട്ടാണ് ലാസ്റ്റ് ഗ്രെയിൻ ഒക്കെ ഇങ്ങനെ ഫില്ല് ചെയ്ത് വരുന്നത് അല്ലേ. ഒത്തിരി ടൈം എടുത്താണ് അത് ഫില്ല് ചെയ്ത് വരുന്നത്. അപ്പം ഈ ഒരു പാനിക്കിൾ എമർജൻസ് സ്റ്റേജിൽ അസുഖം കയറി പിടിച്ചാൽ എന്താ, ആ പാനിക്കിളിനുള്ളിൽ ആ ഗ്രെയിൻസിനുള്ളിൽ പ്രോപ്പർ ആയിട്ട് എന്താണ് ഫില്ല് ചെയ്ത് വരില്ല അല്ലെ, ഫില്ല് ചെയ്ത് വരില്ല. അപ്പം ചാഫി ഗ്രെയിൻസ് ആയിരിക്കും ഉണ്ടാവാൻ സാധ്യത. ഓക്കെ, അപ്പൊ ഇനിഷ്യൻഷ്യൽ സ്റ്റേജിൽ വന്നാൽ എല്ലാം മുഴുവനായി തന്നെ ചാഫിയായി പോകും എന്ന് പറഞ്ഞ് പാനിക്കിൾ എമർജൻസി സ്റ്റേജ് കഴിഞ്ഞിട്ട് വന്നുകൂടായികയില്ല. കുറച്ചും കൂടി എമർജ് ചെയ്ത് പുറത്തൊക്കെ വന്ന് നല്ല രീതിയിൽ നിൽക്കുമ്പോഴും അസുഖം വരാൻ സാധ്യതയുണ്ട്. അപ്പൊ വരികയാണെങ്കിൽ കുറച്ചധികം ചാഫിയാവും. ചില അവിടെ ഇവിടെയൊക്കെ ചാഫിയായിരിക്കും, ചിലതൊക്കെ മുഴുവനായിട്ട് ഫില്ല് ചെയ്യാത്ത ഗ്രെയിൻസ് ഒക്കെ ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പം അതാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. ലീഫ് ബ്ലാസ്റ്റ്, പിന്നെ നോഡ് ബ്ലാസ്റ്റ്, നെക്ക് ബ്ലാസ്റ്റ് അല്ലെങ്കിൽ പാനിക്കിൾ ബ്ലാസ്റ്റ് എന്ന് പറയും. ഓക്കെ, ഇതില് ഞാൻ പറഞ്ഞു ചാഫി ആയി പോവും. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ റൈസ് ടെമ്പോററിനും ഈ പറയുന്ന ചാഫി പ്രോബ്ലംസ് വരുമല്ലോ എന്ന്. അപ്പൊ അതുമായിട്ട് ചില സമയത്ത് നമുക്ക് ഒരു എന്താണ് ഒരു കൺഫ്യൂഷൻ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. കണ്ടോ, അതായത് ജസ്റ്റ് ആഫ്റ്റർ പാനിക്കിൾ എമർജൻസി വരുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ട് ഗ്രെയിൻസ് ഒന്നും ഫില്ല് ചെയ്യത്തില്ല. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കുന്തനെ നിന്നിട്ട് അല്ലെങ്കിൽ ചിലപ്പം ഒടിഞ്ഞിട്ടും ഒക്കെ നിൽക്കാനുള്ള സാധ്യതയുണ്ട്.
അപ്പൊ ഇങ്ങനെ ഒരു ഡെഡ് ഹാർട്ട് പോലെ നിൽക്കും. അപ്പൊ അതെന്താ, നമുക്കൊരു സ്റ്റെം ബോററിന്റെ വന്നിട്ട് പാനിക്കിൾസ് ചാഫിയായി പോയ പോലെ ഒക്കെ തോന്നിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യം എന്താ, നെക്കിന്റെ ഭാഗത്ത് ഇൻഫെക്ഷൻ ഉണ്ടായിരിക്കും, പിന്നെ കുറെ ഒടിഞ്ഞു തൂങ്ങി കിടക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വെച്ചും പിന്നെ ഒബ്വിയസ്ലി ലീഫിലോട്ടും ഒക്കെ സിംറ്റംസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ വെച്ച് നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും കേട്ടോ. യെസ്, അപ്പോ ഇത്രയൊക്കെ നമ്മൾ പറഞ്ഞു. ഇത്രയധികം പ്രശ്നം ഉണ്ടാക്കുന്ന ആളാരാണ് ഇവിടെ, പ്രശ്നക്കാരനാരാണ്? ഇറ്റ് ഈസ് പൈറിക്കുലേറിയ ഒറൈസെ. പൈറിക്കുലേറിയ ഗ്രിസിയെ എന്ന് കേട്ടാലും ദാറ്റ് ഇസ് കറക്റ്റ്. പൈറിക്കുലേറിയ ഒറൈസെ എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ അനമോർഫ് സ്റ്റേജ്. അനമോർഫ് എന്ന് പറഞ്ഞാൽ അസെക്ഷൽ സ്റ്റേജ് ആണ്. അസെക്ഷൽ സ്റ്റേജ്. അപ്പം എ എളുപ്പല്ലേ? അസെക്ഷലിന്റെ എ ആണ് അനമോർഫ്. അപ്പം ടീരിയോമോർഫ് എന്താ, സെക്ഷൽ ആണല്ലോ. അപ്പൊ ഒന്ന് നിങ്ങൾ തെറ്റാതെ പഠിച്ചു വെക്കുക, അസെക്ഷൽ എന്ന് പറഞ്ഞാൽ അനമോർഫ് എ. അപ്പൊ ഓപ്പോസിറ്റ് സെക്ഷൽ ആണ്, ടീരിയോമോർഫ് സെക്ഷൽ ആണ്. അപ്പൊ ആരാ ഇവിടെ നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നക്കാരൻ? പൈറിക്കുലേറിയ ഒറൈസെ അല്ലെങ്കിൽ പൈറിക്കുലേറിയ ഗ്രിസിയെ എന്നൊക്കെ പറയും. അതാണ് അതിന്റെ അനമോർഫ്, അസെക്ഷൽ സ്റ്റേജ്. അപ്പം സെക്ഷൽ സ്റ്റേജ് ഏതാ? ടീലിയോമോർഫ് ഏതാ? മാഗ്നപോർത്തെ ഗ്രിസിയെ. മാഗ്നപോർത്തെ ഗ്രിസിയെ എന്നാണ് പറയുന്നത്. നമ്മളെ ഇവരെ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത് പണ്ട് തൊട്ടേ നമ്മൾ പറയുന്നത് നമ്മുടെ ഫംഗൈ ഇംപെർഫെക്റ്റ് ന്യൂട്രോമൈക്കോട്ട എന്ന് പറയുന്ന കൂട്ടത്തിലാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കുക അതിനപ്പോ സെക്ഷൽ ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് ഇതിനെ ടീലിയോമോർഫ് പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ, നമ്മൾ അത് ഇപ്പോഴും നമ്മൾ പഠിച്ചത് കുറച്ച് പഴയ ക്ലാസിഫിക്കേഷൻ ആണ്. ഇപ്പം മോഡിഫൈഡ് ആയിട്ടുള്ള ക്രിക്കറ്റോണിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അത് പ്രകാരം നമ്മുടെ ഒരുപാട് ഫംഗൈ ഇംപെർഫെക്റ്റിൽ വരുന്ന ആൾക്കാർ നമ്മളിപ്പോ അവരുടെ പുതിയ സെക്ഷൽ സ്റ്റേജസ് ഒക്കെ നമ്മൾ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതിന്റെ ഭാഗമായിട്ട് കുറെ പേരെ നമ്മൾ ആസ്കോയിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്, കുറെ പേരെ ബെസ്ഡിയിലോട്ടൊക്കെ നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ അത്രയൊന്നും കോംപ്ലിക്കേറ്റഡ് ആവണ്ട. ഇത് അതുകൊണ്ടാണ് ഈ ടീലിയോമോർഫ് അനമോർഫ് എന്നുള്ളത് പറയണമെന്ന് ഓർമ്മിക്കുക. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പം മാഗ്നപോർത്തെ ഗ്രിസി എന്ന് കേട്ടാലും അത് റൈസ് ബ്ലാസ്റ്റിന്റെ ആള് തന്നെയാണ് നിങ്ങൾ ഓർമ്മിക്കുക. ആരാ? പൈറിക്കുലേറിയ ഒറൈസെ ഓർ മാഗ്നപോർത്തെ ഗ്രിസിയെ. കണ്ടോ ഇവിടെ നോക്കിക്കേ, ഈ സ്പോറിന് എന്താ ഒരു പ്രത്യേകത നോക്കിക്കേ, പിയർ ഷേപ്ഡ് ആയിട്ടുള്ള, കണ്ടോ, പിയർ ഷേപ്ഡ് ആയിട്ടുള്ള സ്പോറുകളാണ്. അതുകൊണ്ടാണ് ആ പേര് വന്നത് പൈറിഫോം. പിയർ ഷേപ്ഡ് അല്ലെങ്കിൽ പൈറിഫോം ഷേപ്ഡ് എന്നൊക്കെ കേട്ടാൽ അത് ഉദ്ദേശിക്കുന്നത് പൈറിക്കുലേറിയനെ ആണ് എന്ന് നിങ്ങൾ ഊഹിക്കുക കേട്ടോ. ഈ പൈറിക്കുലേറിയ എന്ന പേര് വന്നത് തന്നെ പൈറിഫോം ഷേപ്ഡ് ആയിട്ടുള്ള സ്പോർസ് ഉള്ളത് കൊണ്ടാണ്. പൈറിഫോം അല്ലെങ്കിൽ പിയർ ഷേപ്ഡ് ആയിട്ടുള്ള സ്പോർസ്. ഓക്കെ, ഇനി ഇവിടെ ഒന്ന് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ പഠിച്ചായിരുന്നല്ലോ ഈ എന്താണ് ഹോസ്റ്റ് പ്ലാന്റ് റെസിസ്റ്റൻസിലൊക്കെ പറഞ്ഞായിരുന്നു. പാത്തജൻസ് വരുന്ന സമയത്ത് അവർ പല പല ടോക്സിൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അല്ലേ നമ്മുടെ പ്ലാന്റിന്റെ സെൽസിനെയൊക്കെ ഡിസ്ട്രക്ട് ചെയ്തിട്ട് അങ്ങനെയൊക്കെയാണ് ഇൻഫെക്ഷൻ വരുന്നത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഈ പാത്തജൻ അസച്ച് ആയിട്ട് അതിലോട്ട് പെനിട്രേറ്റ് ചെയ്ത് കയറുന്നതിന് പുറമെ അവർ ടോക്സിൻസ് ഉണ്ടാക്കി അതുമൂലവും നമ്മുടെ സെല്ലിനെ ഡാമേജ് ചെയ്യുന്നു. അപ്പോൾ പൈറിക്കുലേറിയ ഉണ്ടാക്കുന്ന കുറച്ച് ടോക്സിൻസുകളുടെ പേരാണ് ആൽഫ പിക്കോലിനിക് ആസിഡ്, പൈറിക്കുലാറിൻ, പൈറിക്കുലോൾ. അപ്പം ഈ പേരുകളൊക്കെ കേട്ടാൽ ഒരു ഐഡിയ ഉണ്ടാവും അല്ലെ, പൈറിക്കുലേറിയ ഉണ്ടാക്കുന്നതായിരിക്കും പൈറിക്കുലാറിൻ, പൈറിക്കുലോൾ ഒക്കെ. അതിന്റെ കൂട്ടത്തിന് ആൽഫ പിക്കോലിനിക് ആസിഡ് എന്ന് പറയുന്ന ഒരാളും കൂടി ഉണ്ട്. ഓക്കെ, അപ്പൊ ഒന്ന് ഓർത്ത് വെക്കണേ. അപ്പൊ ഇതാണ് നമ്മുടെ ബ്ലാസ്റ്റിന്റെ കോസൽ ഓർഗാനിസം പൈറിക്കുലേറിയ ഒറൈസെ.